ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് ഐറാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഈദ് വ്ളോഗായിട്ട് വന്നേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അധികം ലാഗ് അടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈദ് വ്ളോഗായിട്ട് വന്നേക്കാണ്. ഒരുപാട് നാളായി വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഈദായപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഈദ് വ്ളോഗ് എടുക്കാം, നമുക്കൊരു വ്ളോഗ് ഇടാം എന്നൊക്കെ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്നുണ്ട് എവിടെയാണ് കാണാനില്ലല്ലോ എന്നുള്ളത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഈദായിട്ട് ഞാൻ ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ രാവിലെ എണീച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വസി എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനൊന്ന് വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ആൾക്ക് 6 മാസമായി. അതിനുശേഷം അപ്പോഴത്തേനും ഇക്ക ഫ്രഷായി പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക കാപ്പി കുടിക്കുകയാണ്. ആളപ്പോൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല, കാപ്പി കുടിച്ചിട്ട് പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇക്ക പള്ളിയിൽ പോകുന്നതിൻ്റെ കൂടെ ഞാനും കൂടെ പോകുന്നുണ്ട് കേട്ടോ. പള്ളിയിൽ എനിക്ക് ഡ്രസ്സ് പെട്ടെന്നൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കായിരുന്നു. അപ്പോൾ അത് രാവിലെയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ പോയി വന്നതിന് ശേഷം ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇക്കാക്കും പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് കുറച്ച് മധുരമായിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഇന്നലെ തന്നെ അടപ്പായസത്തിൻ്റെ മിക്സും കാര്യങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലൊഴിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഗുഡ് ലൈഫിൻ്റെ 1 ലിറ്റർ പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുക്കർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് 1 ലിറ്റർ പാലും പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്കിനി വേണ്ടത് പാലട മിക്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മിക്സ് യൂസ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ സദ്യ പാലട മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ റേറ്റ് വന്നിട്ട് 89 രൂപയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട, ഷുഗർ പോലും ആഡ് ചെയ്യണ്ട. ഈ പാലും അതുപോലെ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു വിസിൽ അടിക്കാറാവുമ്പോൾ ഓഫ് ചെയ്യണം. അങ്ങനെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കേണ്ടത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ മിക്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലാവുന്ന വരെ ഒന്ന് വെക്കുക. ഒരു വിസിൽ അടിക്കാറാവുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണം കേട്ടോ. അതിനുശേഷം കുക്കർ തുറന്നിട്ട് വിസിലൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നിട്ട് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ കുക്കർ തുറന്ന് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ, ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന പോലെ അടിപൊളി പായസം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുന്ന നേരത്തെ ഉമ്മച്ചി രാവിലെ തന്നെ ബീഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്, പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇക്കാക്കും പള്ളിയിൽ പോയി വന്നു. അപ്പോൾ പള്ളിയിൽ പോയി വന്നിട്ട് പിന്നെ എനിക്ക് മധുരം പായസം കൊടുത്തതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിട്ടുപോയി, കാരണം ഒരുപാട് നാളായല്ലോ വീഡിയോ എടുത്തിട്ട്. അതിനുശേഷം ഞാൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് ഉമ്മച്ചി നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഈദായിട്ട് പെരുന്നാളായിട്ട് നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും ബീഫ് ഫ്രൈയും ഒക്കെയാണ് കേട്ടോ. പിന്നെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. പിന്നെ ഉമ്മ രാവിലെ തന്നെ നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ചാർ പിന്നെ നെയ്ച്ചോറ് ഇട്ടിട്ടുണ്ട്. ഒരുവിധം നെയ്ച്ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അരിയാണ് കേട്ടോ ഇടേണ്ടത്. അങ്ങനെ നെയ്ച്ചോറ് ഉമ്മ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട് കേട്ടോ. പാത്രം തുറന്നപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു, അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ, അതിൻ്റെ ബാക്കി പരിപാടികൾ നോക്കണം. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ഉണ്ടാക്കി ബീഫ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കറി ഉണ്ടാക്കി റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അടുപ്പിൻ്റെ അടുത്തൊന്നും നോക്കണ്ട, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സൊക്കെ പെരുന്നാക്കോടിയൊക്കെ ഇട്ടു. അതിനുശേഷം ഇന്നലെ മെഹന്തി ഇടാൻ ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നാണ് കേട്ടോ മെഹന്തി ഇടുന്നത്. ഞാൻ വിചാരിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള മെഹന്തി ഇടാമെന്നായിരുന്നു. അങ്ങനെ കുഞ്ഞൊരു ഡോട്ട് ഇട്ടിട്ട് തീർക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇക്കാക്ക് കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് മെഹന്തി കുറച്ച് ഇട്ടു. അതിനുശേഷം എന്താ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്ച്ചോറ്, ബീഫ് ഫ്രൈ, അതുപോലെ ചിക്കൻ
ചിക്കൻ റോസ്റ്റ്, പിന്നെ അച്ചാർ, പായസം, കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് എന്തിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വസീല ഞാൻ പറഞ്ഞല്ലോ 6 മാസം ആയിട്ടുണ്ടായിരുന്നതിൻ്റെ കേക്കാണ് കേട്ടോ. അവന് 15-ാം തീയതിയാണ് 6-ാം മാസം ആയത്. അങ്ങനെ നമ്മൾ പെരുന്നാളായിട്ട് അവന് കുറച്ച് ഒരു വറ്റ് ചോറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. തണ്ണിമത്തനും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ വസിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് അറിയില്ല ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത്. അവൻ ആദ്യമായിട്ടാണ് കുറുക്ക് കൊടുത്തു കേട്ടോ. 15-ാം തീയതി കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 15-16 ആയിട്ട് 17-ാം തീയതി ആയിരുന്നു നമ്മുടെ പെരുന്നാൾ. അപ്പോൾ അന്നാണ് അവൻ ആദ്യമായിട്ട് ചോറ് കൊടുക്കണേ. അവൻ കുറച്ചൊക്കെ ഇറക്കി കുറച്ച് തുപ്പിക്കളഞ്ഞു. അങ്ങനെ അവന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ നോക്കിയിരുന്നോളൂ ആൾ. അങ്ങനെ ചോറും വെച്ച് കൊടുത്ത് നോക്കി. പക്ഷേ ആൾക്ക് അങ്ങനെ കഴിക്കാൻ അറിയുന്നില്ല, കൂടുതലും തുപ്പി കളയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കഴിച്ചിട്ട് ബാക്കി വീഡിയോസുകൾ കാണാം കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കില്ല, എന്നെ നോക്കി അവൻ കളിക്കുകയാണ് കേട്ടോ. അതാണ് ഈ ചിരിക്കണതൊക്കെ. അവൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങനെ കുറച്ചിങ്ങനെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കൊഞ്ചിച്ചപ്പോൾ ആൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ വെല്ലിപ്പാടടുത്ത് പോയി. വെല്ലിപ്പാടത്ത് പോയപ്പോൾ ആൾ കുറച്ച് വാഷിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. വാഷിംഗ് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരെ ഒരുമിച്ച് കണ്ടപ്പോൾ ആൾക്ക് കുറച്ചൊരു ഇതായിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ കൊണ്ടുവന്നത് ആ പാലൊക്കെ കൊടുത്ത് കെടുത്തിയേക്കാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ അകത്തൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 3-4 മണിയായപ്പോൾ വെല്ലിപ്പാട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നേരെ ഇനി എൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ പെരുന്നാളായിട്ട് ഞാനൊക്കെയും കൂടി എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പകുതി എത്തിയപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തു കേട്ടോ. പാലിക്കരയ്ക്ക് എത്തിയപ്പോൾ അതിന് ശേഷം ഞാനാണ് ഡ്രൈവ് ചെയ്തത്. എൻ്റെ വീട് പാലക്കാടാണ് കേട്ടോ. ഞാൻ വേറെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഈദ് വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. വീട്ടിൽ ചെന്നിട്ട് പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈദ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റ് വീഡിയോ ഇടാൻ പറ്റണില്ല, തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഈദ് ഡേ വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വരാം കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പെരുന്നാൾക്ക് എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്താറായി. ഏകദേശം ഒരു 6:45-7 മണിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.